ആത്മാവാം ദൈവമേ വരണേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് ഈശോയെ, ഈ മക്കളുടെ മേലങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങൾ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഈ മക്കളുടെ കുടുംബത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ചങ്കുപൊട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഈ തിരുവോസ്തിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി വന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ ജീവിത അവസ്ഥയുടെ മേലങ്ങ് ഇറങ്ങി വരണേ ഈശോയെ. ദേശത്തെ വീണ്ടെടുക്കണമേ ഈശോയെ. മക്കളുടെ കണ്ണുനീർ തുടച്ചു നീക്കണം ഈശോയെ. തകർന്ന ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണേ ഈശോയെ. നാളെയെക്കുറിച്ച് അസ്വസ്ഥപ്പെട്ടുകൊണ്ട് വഴി കാണാതലയുന്ന മക്കൾക്ക് വചനത്തിന്റെ വെളിച്ചമങ്ങ് നൽകണം ഈശോയെ. മദ്യപാനത്താൽ തകർന്നു പോയ കുടുംബങ്ങളെ, അനുസരണമില്ലാത്ത മക്കളുടെ മേൽ കണ്ണുനീർ വഴിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആഭിചാരത്തിന്റെ മേൽ, രോഗാവസ്ഥകളുടെ മേൽ, ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ മേൽ, സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ മേൽ തിരുവോസ്തിയിൽ നിന്ന് ഈശോയെ അങ്ങ് ഇറങ്ങി വരണമേ. ഈ ആലയത്തിന്റെ അകത്തും പുറത്തും അങ്ങയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾ ചങ്കുപൊട്ടി കരഞ്ഞു വിളിക്കുന്ന ഈശോയെ നിന്നെ. ഇവിടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങണമേ. ദുഃഖമോ വിലാപമോ അവിടെ ഉണ്ടാവുകയില്ല എന്നും ദൈവം ജനത്തിന്റെ കണ്ണുനീർ തുടച്ചു നീക്കുമെന്നും അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈശോയെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകുമെന്ന ഈശോയെ, ഭവനത്തിന്റെ മേൽ, മണ്ണിന്റെ മേൽ,
ഞങ്ങളുടെ വീടിന്റെ ഓരോ മുറികളുടെ മേൽ, ഞങ്ങളുടെ വാഹനത്തെ, വരുമാന മാർഗങ്ങളെ ഈശോയെ നിന്റെ തിരു രക്തം കൊണ്ടങ്ങ് കഴുകണേ ഈശോയെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ വളർത്തുന്ന പക്ഷിമൃഗാദികളുടെ മേൽ, ഞങ്ങളുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയിൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ 4 അതിർത്തികളിൽ ഈശോയുടെ മരണക്കിടക്കയാകുന്ന വിശുദ്ധ കുരിശിന്റെ മുദ്രയാൽ അങ്ങയുടെ കുരിശിനെ അങ്ങ് സ്ഥാപിക്കണേ ഈശോയെ. അങ്ങയുടെ മുൾക്കിരീടം കൊണ്ട് വെയില് കെട്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന സാത്താന്റെ എല്ലാ ശക്തികളുടെ മേൽ യേശു നാമത്താൽ വിജയമുണ്ടാകണേ ഈശോയെ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ ഈശോയെ, അന്തചിത്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല എന്ന യേശു നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ആവസിച്ചു കൊണ്ടിരിക്കുന്ന, കുടുംബത്തിന്റെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്തചിത്രങ്ങളെയും, എല്ലാ പൈശാചികളെയും യേശുവിന്റെ നാമത്തിൽ അങ്ങ് വിടുവിക്കണമേ ഈശോയെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണം ഈശോയെ. മക്കളെ, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന ഈ നിമിഷത്തിൽ, ഈ തിരുവോസ്തിയിൽ നിന്ന് ഇറങ്ങി വന്ന എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഈശോ ഇടപെടുമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. ഈശോ ഇറങ്ങി വരെയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരെയാണ്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഒറ്റപ്പെടലുകൾ, നമ്മുടെ രോഗാവസ്ഥകൾ, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള അസ്വസ്ഥതകൾ എല്ലാം പരിഹരിക്കാൻ പറ്റുന്നവന്റെ മുമ്പിലായിരിക്കുമ്പോ വിളിക്കും മക്കളെ ഈശോയെ എന്ന്. ഈശോയേ, 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 ഈശോയേ. സങ്കടങ്ങൾ കാണാതെ നാഥ പോകല്ലേ, നൊമ്പരങ്ങൾ ആരുടൻ നാഥ ചൊല്ലിടാം. ഉലയമേകുന്ന ലോകം പോലെ ഞാൻ ഉരുകും കാഴ്ച നീ കാണുമോ? ഉലയമേകുന്ന ലോകം പോലെ ഞാൻ ഉരുകും കാഴ്ച നീ കാണുമോ? സങ്കടങ്ങൾ കാണാതെ നാഥ പോകല്ലേ, നൊമ്പരങ്ങൾ ആരോടൻ നാഥ ചൊല്ലിടാം. ഒരു ശ്വാസം തേടുന്നു, ഒരു നൽവാക്കു ഞാൻ തേടുന്നു, ഒരു ശ്വാസം തേടുന്നു, ഒരു നൽവാക്കു ഞാൻ തേടുന്നു. വരികില്ലേ നാഥ വരികില്ലേ, തളരും എന്നിൽ നീ കനിയില്ലേ. വരികില്ലേ നാഥ വരികില്ലേ, തളരും എന്നിൽ നീ കനിയില്ലേ. സങ്കടങ്ങൾ കാണാതെ നാഥ പോകല്ലേ, നൊമ്പരങ്ങൾ
നമ്മൾ ഈ നിമിഷത്തിൽ ഈശോയുടെ മുമ്പിലായിരിക്കുന്നത് യാദൃച്ഛികമായിട്ട് നമ്മൾ ആരും വന്നതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ ഈ നിമിഷത്തിൽ, ഇന്ന് മണിക്കൂറിൽ ഞാനും നിങ്ങളും ഈശോയുടെ മുമ്പിലായിരിക്കാൻ അവിടുന്ന് കാലെ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ ഉത്തരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്റെ പേര് ഞാൻ എഴുതി വെച്ചു എന്ന് പറയുമ്പോ ആരും കരുതല്ലേ, യാദൃച്ഛികമായി ഞാൻ ഈ ആലയത്തിലേക്ക് വന്നതാണല്ലോ എന്നാരും കരുതല്ലേ. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് എൻ്റെ മക്കളെ, ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. നമ്മുടെ ഈശോ ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഈശോ ഇന്നും ജീവിക്കുന്നു എന്നതാണ് അവിടുത്തെ ആരാധിക്കാനുള്ള കാരണം. നമ്മുടെ ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ, പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയങ്ങളും ആശീർവദിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകുമെന്ന്. ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ നീ ആശീർവദിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ദേശത്ത് നിന്ന് രോഗം നിർമാർജനം ചെയ്യുന്നുവല്ലോ. ഗർഭചിത്രങ്ങളില്ലാതാകുന്നുവല്ലോ. വന്ധ്യതയില്ലാതാകുന്നുവല്ലോ. ഞങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കുന്നുവല്ലോ. മക്കളെ, ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. ഈശോയെ ആരാധിക്കാൻ കാരണമുണ്ടെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോ, ഞങ്ങളുടെ ജീവിത ഭാരത്തിന്റെ നടുവിൽ നമ്മൾ ഈശോയെ ആരാധിക്കണം. പാപത്തെ ഓർത്ത്, കുറവുകളെ ഓർത്ത് തളർന്നിരിക്കുന്ന ദൈവ പൈതലാണോ താങ്കൾ? സുഹൃത്തെ, വന്നുപോയ കുറവിനെ ഓർത്ത്, പാപങ്ങളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? നിന്റെ പാപത്തെ ഓർത്ത്, കുടുംബത്തിന്റെ കുറവിനെ ഓർത്ത് നീ ഭാരപ്പെടുന്ന ഒരു ദൈവ പൈതലാണോ? സ്വർഗം നിന്നോട് പറയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന. ഈശോ നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. കുറവുകളെ ഓർത്ത, പാപത്തെ കുറിച്ച്, വന്നുപോയ തെറ്റുകളെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഈശോ നിന്റെ പാപം ക്ഷമിക്കുന്നുവെന്ന്. നിന്റെ പാപത്തിന് യേശു നാമത്താൽ മോചനം നൽകുന്നുവെന്ന ആ തിരിച്ചറിവിലാണ് മക്കളെ നമ്മൾ ഈശോയെ ആരാധിക്കുന്നത്. അവൻ തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ മോചിക്കുമെന്ന. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നുവെന്ന്. യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ രക്തം നമ്മുടെ കുടുംബത്തെ കഴുകി ശുദ്ധി വരുത്തട്ടെ. യേശുവിന്റെ രക്തം ഞാൻ എന്ന വ്യക്തിയെ ഈശോയെ കഴുകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നുവെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോ, പാപത്തെ ഓർത്ത, കുറവിനെ ഓർത്ത,
എന്റെ ഈശോ എന്നെ ഒരിക്കലും കാണില്ല, എന്റെ ഈശോ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല എന്നോർത്ത ഭാരപ്പെടും ദൈവ പൈതലിനോട് സ്വർഗം പറയണെന്ന്. യേശു നിന്റെ രക്തം, യേശുവിന്റെ രക്തം നിന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നുവെന്ന്. ഭാരപ്പെടുന്ന മകനെ, മകളെ, നിന്റെ ഭാരങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇറക്കി വെക്ക. വിദൂരങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ ഇന്ന് ഈ ഒരു ആലയത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ്. വിദൂരങ്ങളിൽ നിന്ന് ഈശോ നമ്മളെ ഈ ആരാധന കേന്ദ്രത്തിലേക്ക് അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർത്തിരിക്കുമ്പോ നീ എന്തിനാണ് ഇനി ഇങ്ങനെ ഭാരപ്പെടുന്നത്? എന്തിനാണ് എന്റെ മകനെ, മകളെ, നിന്റെ നാളെയെ കുറിച്ച് നീ ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്നത്? നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയല്ല, ക്ഷേമത്തിന് വേണ്ടിയാണെന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്ന എന്നോട്, നിന്നോട് സ്വർഗം ചോദിക്കുന്നു, ഇനിയും നീ എന്തിനാണ് ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? നിന്റെ രോഗം ഏറ്റെടുക്കുവാൻ, നിന്റെ വിഷമങ്ങൾ ഏറ്റെടുക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ബർത്തിമോയ്സ് എന്ന മനുഷ്യൻ ഈശോയെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു. മകളെ, എല്ലാവരും നിശബ്ദരായിരിക്കാൻ പറഞ്ഞപ്പോ, മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ, എന്റെ തമ്പുരാനെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ രക്ഷകനെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് സൗഖ്യം നൽകാൻ കഴിയുന്ന യേശുവിനെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബർത്തിമേയോസ് ഉച്ചത്തിൽ വിളിച്ചു, ഈശോയേ എന്ന്. ഈശോയേ, 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 നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നിൽ തേടുമ്പോൾ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു, കണ്ണീരിൽ മുങ്ങി താഴുമ്പോൾ ക്രൂശിൽ ഞാൻ അർത്ഥം കാണുന്നു. ഈശോയെ, നിന്നെ കാണാനായി ക്രൂശിന്റെ മാറിൽ ചായുന്നു. ഞാനെന്നും നിന്നോട് കുഞ്ഞല്ലേ, ഞാനെല്ലാം നിന്നോട് ചൊല്ലിയില്ലേ, പാപത്തിൽ വീണാലും താണാലും നീ എന്നെ കൈവിട്ടു പോകല്ലേ. കർത്താവേ, വന്നാലും കാരുണ്യം തന്നാലും കണ്ണീരോടെ തേടുന്ന അങ്ങേ ഞാൻ, കൈകൾ കൂപ്പി വാഴ്ത്തും അങ്ങേ ഞാൻ. ഈശോയെ, നിന്നെ കാണാനായി ക്രൂശിന്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നിൽ തേടുമ്പോൾ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു,
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന നമ്മളോടാണ് വചനം പറയണേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആ ഈശോയുടെ മുമ്പിലാണ് മകനെ, മകളെ നീ ഇരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ദേശത്തിന്റെ ഒരു ശക്തിക്കും നിന്റെ മേൽ തൊടാൻ പറ്റില്ല. പേടിപ്പിക്കും, പക്ഷേ യേശുവിന്റെ ഒരു പൈതലിനെ, ദൈവത്തിന്റെ ഒരു മകനെയും മകളെയും തൊടുവാൻ ദേശത്തിന്റെ ഒരു അരൂപിക്കും ഒരു ദുഷ്ടതയ്ക്കും തിന്മയുടെ ശക്തിക്കും സാധിക്കില്ല. കാരണം എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശു നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യും. ആ ഈശോയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശു നാമമാണ് നമ്മൾ വിളിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദേശത്തിന്റെ അരൂപിയെ തകർക്കുന്ന മിഖായേലിനോ ഇറങ്ങണമേ എന്ന. ദേശത്തിന്റെ അരൂപികളുടെ മേൽ, ദേശശക്തികളുടെ മേൽ വിശുദ്ധ മിഖായേൽ ഇറങ്ങി വന്നുകൊണ്ട് ദേശത്തിന്റെ അരൂപിയെ പരാജയപ്പെടുത്തുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തിന്മയുടെ ശക്തികൾ അലട്ടുന്നുവെങ്കിൽ, നമ്മളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ സ്വർഗം പറയുന്നു, എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ആരാധിക്കുമ്പോ ഒന്നിനെയും പേടിക്കണ്ട എന്ന്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കിയെന്ന്. ആയുധങ്ങളും അധികാരങ്ങളും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി എന്ന് വചനം പറയുന്നു. എല്ലാ വിചാരങ്ങളും, എല്ലാ ദുഷ്ടത അന്ധകാരത്തിന്റെ ശക്തികളെ വിശുദ്ധ കുരിശിൽ യേശു അവിടുന്ന് അവയെല്ലാം നിരായുധമാക്കിക്കൊണ്ട് അവഹേളന പാത്രങ്ങളാക്കി തീർത്തുവെന്ന വചനം പറയുമ്പോ, സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, യാക്കോബിന് ആഭിചാരങ്ങളൊന്നും ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യകൾ വലിക്കുകയില്ല എന്ന. ദൈവത്തിന്റെ ഒരു പൈതലിനെതിരെ ഒരു തിന്മയുടെ ശക്തിക്കും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കില്ല മക്കളെ. എന്തെങ്കിലുമൊക്കെ പീഡകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് അറിയുമ്പോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം ചൊല്ലിക്കൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം, ഈശോയെ ഈ വചനത്തെ എന്റെ കുടുംബത്തിലേക്ക് അയക്കണമേ എന്ന്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈശോയെ അയക്കണമേ എന്ന്. തിന്മകളുടെ ശക്തികളുടെ മേൽ വിജയമുണ്ടാകണമേ എന്ന്. വചനത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കണമേ എന്ന്. കുടുംബത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ കുടുംബത്തിൽ ഉച്ചരിക്കുമ്പോ, പ്രാർത്ഥിക്കുമ്പോ തിന്മയുടെ അന്ധകാരത്തിന്റെ ശക്തികൾ കുടുംബത്തിൽ നിന്ന് പോകും. വചനം വായിക്കണം, ഉച്ചത്തിൽ വായിക്കണം. കുടുംബത്തിന്റെ 4 അതിർത്തികളിൽ പോയി ദൈവത്തിന്റെ വചനം പോയി അടിക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം.
യേശുവിന്റെ വചനം. വചനം യേശുവാണ്. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നുവെന്ന്. പ്രകാശമാകുന്ന യേശു നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോ അന്ധകാരമായ ശക്തികൾ കുടുംബത്തിൽ നിന്ന് ദൂരെ പോകും. അന്ധകാര ശക്തികൾ, തിന്മയുടെ ശക്തികൾ, പീഡകളുടെ ശക്തികൾ, ആസക്തികൾ കുടുംബത്തിൽ നിന്ന് ദൂരെ പോകും. ബൈബിൾ കണ്ടുമരിക്കാനുള്ളവരല്ല നമ്മൾ. ബൈബിൾ കണ്ടുമരിക്കുന്ന ഒരു നിർദോഷിയായ ഒരു മനുഷ്യനായി തീരാതിരിക്കാൻ എന്റെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോ വചനമാകുന്ന യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും. അടഞ്ഞ വഴികളെല്ലാം തുറക്കപ്പെടും. അടഞ്ഞുപോയ വഴികളില്ലേ? ജോലിയുടെ മേഖലകൾ, പഠനത്തിന്റെ മേഖലകൾ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ, വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവ, കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നവ, രോഗങ്ങളിൽ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവ, അടഞ്ഞ വഴികൾ തുറക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദാവീദിന്റെ ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ട ജീവിത വഴികൾ ആലോചിച്ചു നോക്കുക. നിങ്ങൾ ഇവിടെ ഇരുന്നത് കൊണ്ടൊരു കാര്യം മാത്രമില്ല. ഇവിടെ ഇരിക്കുമ്പോ ആരാധനയുടെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതിന് ഈശോയെ നമ്മൾ അനുഭവിക്കണം. അനുഭവമുള്ളവന് മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്റെ മക്കളെ. അല്ലെങ്കിൽ നമ്മൾ ഈ ആലയത്തിന്റെ അകത്തിരിക്കുമ്പോ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് മാറും. താബോർ മലയിൽ രൂപാന്തരീകരിക്കപ്പെട്ട ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോ വചനം പറയുന്നു, ആ ശിഷ്യന്മാർ അവിടെ കമഴ്ന്നു വീണവൻ ആരാധിച്ചു. ആരാധിക്കണമെങ്കിൽ അനുഭവം ഉണ്ടാകണം. അനുഭവമുള്ളവനെ ആരാധിക്കാൻ പറ്റും. ജീവിതത്തിൽ അനുഭവിക്കുന്നവൻ, യേശുവിനെ അനുഭവിക്കുന്നവന് അവിടുത്തെ ആരാധിക്കാൻ പറ്റും. ആരാധനയുടെ നിമിഷത്തിൽ ഇരിക്കുമ്പോ നമ്മൾ പറയുമെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, കർത്താവേ ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നന്നാണ്. ഈശോയെ ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നന്നാണ്. ഈശോയെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നത് നമ്മൾ ആരാധകരാകാത്തത് കൊണ്ടാണ്. നമ്മൾ ഭക്തരാണ്, വെറും ഭക്തർ. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം അന്വേഷിച്ചു നടക്കുന്ന വെറും ഭക്തൻ ഒരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. വചനാനുഭവങ്ങൾ ഉണ്ടാകുമ്പോ, വചനമാകുന്ന യേശുവിനെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ആലയിൽ നിന്ന് ആടുകളില്ലാതായാൽ, എന്റെ കൃഷിസ്ഥലങ്ങൾ എനിക്ക് ഫലം നൽകിയില്ലെങ്കിലും, എനിക്ക് രോഗങ്ങൾ ഉണ്ടായാലും കടബാധ്യതകളുണ്ടായാലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. എന്റെ ഇല്ലായ്മകളിലും എന്റെ കുറവുകളിലും എന്റെ രോഗത്തിലും എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും, എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. അതനുഭവമാണ്. ഭക്തരിൽ നിന്നും അനുഭവമുള്ളവനിലേക്ക്, ആരാധകനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഈ തിരുവോസ്തിയിൽ എന്നെ രക്ഷിക്കാവുന്ന ഈശോ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. ഈ കൂടാരത്തിന്റെ അകത്തിരിക്കുമ്പോ വേറൊന്നിലേക്ക് നമ്മുടെ ചിന്ത പോകില്ല. തെക്കും വടക്കും നോക്കില്ല, ഇവനെ മാത്രം. തിരുവോസ്തിയിലായിരിക്കുന്ന ഈശോയിൽ നിന്ന് കണ്ണെടുക്കാൻ നമുക്ക് പറ്റില്ല. ഞാനൊരു ആരാധകനായി മാറിയാൽ അടഞ്ഞ വാതിലുകൾ
അവിടുന്ന് തുറക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. അവിടുന്ന് അടച്ചാൽ അടച്ചതാണ്, തുറന്നാൽ തുറന്നതാണ് എന്ന്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ പറയുന്ന, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ ഞാൻ സ്ഥാപിക്കും. കാരണം അവൻ വചനം നിരന്തരമായിട്ട് കാത്തുപാലിക്കുന്നുവെന്ന. ഈശോ സ്നേഹത്തോടെ എന്നെയും നിന്നെയും നോക്കിയാണ് മക്കളെ. ജീവിതഭാരങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാം നമുക്ക്. ഈശോയെ എന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് ഈ വചനത്തിന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി പറയണം എന്റെ മക്കളെ. ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കാം. ബർത്തിമേവൂസ് കരഞ്ഞു വിളിച്ചതുപോലെ, ഈശോയെ വിദൂരങ്ങളിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ മക്കളെ ഈശോയെ നീ കാണണേ. ഈ മക്കളുടെ ജീവിതത്തെ നീ അറിയണേ ഈശോയെ. അവർ കടന്നു പോകുന്ന ഇവിടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ ഈശോയെ നീ കാണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 നീ എൻ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ, അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നമ്മുടെ ജീവിത ഭാരങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന, ഈശോയുടെ വചനത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്ന
നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യഗ്രതകളെ, ഭാരങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളൊന്ന് ഏറ്റുപറയുള്ളിൽ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-3 നിങ്ങൾ എന്നെ വിളിക്കാനല്ലേ ഈശോ പറയണേ. തെക്കും വടക്കും നോക്കിയിരുന്നാൽ കാര്യമില്ല, നിങ്ങൾ എന്നെ വിളിക്കണം. ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി വരുമ്പോ തെക്കോട്ടും വടക്കോട്ടും നോക്കി നടക്കാതെ എന്നെ വിളിക്കേ. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വ നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-17 ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും അവിടുന്ന് ഇല്ലായ്മ ചെയ്യുമെന്ന്. ഒരായുധത്തിനും ഒരു ദൈവത്തിന്റെ പൈതലിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ലോകത്തിന്റെ ഒരു ആയുധത്തിനും തിന്മയുടെ ഒരു ആയുധത്തിനും ഈശോയെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് തിന്മയുടെ ഒരു ആയുധത്തിനും സ്പർശിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 20-11 ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവിന്റെ പക്ഷത്തുണ്ട്. അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും, അവരെന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കുമെന്ന്. ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവിന്റെ പക്ഷത്തുണ്ട്. വിശ്വസിക്കപ്പ, വിശ്വസിക്കമ്മേ. ഒരു യോദ്ധാവിനെ പോലെ, ഒരു വീരയോദ്ധാവിനെ പോലെ എന്റെ ദൈവം എന്റെ കുടുംബത്തിന് കാവൽ നിൽക്കുന്നുവെന്ന് വിശ്വസിക്ക. എന്റെ ദൈവം എനിക്ക് വേണ്ടി കാവൽ നിൽക്കുക, ഒരു വീരയോദ്ധാവിനെ പോലെ. അതുകൊണ്ട് എന്റെ പീഡകർക്ക് കാലിടും, അവർ എന്റെ മേൽ വിജയം വരിക്കില്ല. വിജയിക്കാതെ വരുമ്പോ അവർ വല്ലാതെ ലജ്ജിക്കും. ഈശോയേ, നീ ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊരു വീരയോദ്ധാവിനെ പോലെ കാവൽ നിൽക്കുന്നുണ്ടല്ലോ ഈശോയേ. സ്വർഗം ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ്, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് കാവൽ നിൽക്കണം. നിയമാവർത്തന പുസ്തകം 23-25 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്റെ ഓടാമ്പലും ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശുറോൻ, നിന്റെ ദൈവത്തെ പോലെ ആരും. നിന്നെ സഹായിക്കാൻ അവിടുന്ന് യുഗായുസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്റെ മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. താങ്ങാൻ ശാശ്വതമായ ഹസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടി മാറ്റി സംവഹിക്കും. അവിടുന്ന് എല്ലാ തിന്മകളുടെ ശക്തികളെ സംഹരിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയും. ശാശ്വതമായി എന്നും നിലനിൽക്കുന്ന ഒരു കരം ദൈവത്തിന്റെ പൈതലിന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുക. സഫാനിയായുടെ പുസ്തകം 3-17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്, നിന്റെ കുടുംബത്തിന്റെ മധ്യയുണ്ട്. ഇപ്പോൾ നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യേ വിജയം നൽകുന്ന നിന്റെ കർത്താവുണ്ടെന്ന വചനം പറയേ. ഇവനെ വിളിക്കേ. ദൈവത്തെ വിളിക്കാൻ നമുക്ക് 100 കാരണങ്ങളില്ലേ മക്കളെ? ഈശോയെ ചങ്കോട് ചേർത്ത് നിർത്താൻ 100 കാരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയവിഹലരായിട്ട് ഇങ്ങനെ കഴിയണത്? വചനം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ടെന്ന്.
മക്കളുടെയൊക്കെ പരീക്ഷകളുടെ സമയമാണ് ഇപ്പോ. +1, +2 അതുപോലെ മറ്റു മത്സര പരീക്ഷകളൊക്കെ മക്കളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളൊക്കെ പ്രാർത്ഥിക്കുമ്പോ പഠിക്കുന്നതിന് മുമ്പ് ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പഠിക്കാനായിട്ട് പറയണം. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോ ഏറ്റവും പ്രയാസമുള്ള പഠിക്കുന്ന ഓരോ വിഷയങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോ, പരീക്ഷ ഹാളിൽ ചോദ്യ പേപ്പറുകൾ കിട്ടുമ്പോ മക്കൾ ഈ വചനം പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പ അമ്മ വചനം പറഞ്ഞ് പഠിപ്പിക്കണം. സഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് മകനെ മകളെ നിന്റെ മധ്യത്തിലുണ്ട്. 91-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുന്നു, നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. എപ്പോഴാണ് ഒരു തിന്മയും നിനക്കെതിരെ ഭവിക്കാതിരിക്കുന്ന, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കാതെ പോകുന്നത് എപ്പോൾ? വചനം പറയുന്നു, നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചപ്പോൾ എന്ന്. കർത്താവിൽ ആശ്രയിക്കുക. ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ട്. ഹൃദയം കൊണ്ട് നിന്റെ ദൈവത്തെ വിളിക്കുക. ഹൃദയം കൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് വാ. ഹൃദയത്തിൽ ഏറ്റെടുക്ക നിന്റെ ദൈവത്തെ. ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കാൻ നമുക്ക് 100 കാരണങ്ങളുണ്ട് മക്കളെ. സക്രിയായുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പൈതലിനെ ആരെങ്കിലും സ്പർശിച്ചാൽ, ആരെങ്കിലും ദ്രോഹിക്കാൻ നോക്കിയാൽ, ആരെങ്കിലും വിഷമിപ്പിക്കുമ്പോ വചനം പറയുന്നു, അവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നതെന്ന്. സക്രിയ 9-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഈശോയുടെ കണ്ണ് നമ്മുടെ ഭവനത്തിന്റെ മേലുണ്ട് മക്കളെ. ഈശോയുടെ കണ്ണ്, സ്വർഗത്തിന്റെ കണ്ണ് നമ്മുടെ ഭവനത്തിന്റെ മേലുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ മേലുണ്ട്. വചനം പറയേ, അവിടുന്ന് വെയില് കെട്ടി നമ്മളെ ഇങ്ങനെ സംരക്ഷിക്കേ. ഒരുപക്ഷെ ചില ദുരാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ, പാപത്തിലേക്കുള്ള ആസക്തി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ, നമ്മൾ ആ വെയിലിയും പൊളിച്ചിട്ട് പുറത്തേക്ക് പോകേ. നമ്മളാണ് പോണത് വെയില് പൊളിച്ച്. ദൈവം സുരക്ഷിതമായ വചനത്തിന്റെ ഒരു വെയില് നമുക്ക് ചുറ്റും കെട്ടിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ സംരക്ഷിക്കുമ്പോ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മൾ ആ വെയില് പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോ, അമ്മയുടെ ചുവട്ടിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ, തള്ളക്കോഴിയുടെ ചുവട്ടിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ദൂരേക്ക് ഓടിപ്പോകുമ്പോഴല്ലേ അപ്പാ അമ്മേ പരുന്തും കാക്കയും ഒക്കെ അതിനെ റാഞ്ചിക്കൊണ്ടുപോകാൻ കാരണമാകണത്. ആമേൻ, ആമേൻ പറ മക്കളെ, ആമേൻ. ഈശോയുടെ അടുത്ത് നിന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഓടി പോയപ്പോഴല്ലേ, നമ്മുടെ മക്കളൊക്കെ ഈശോയെ മറന്നിങ്ങനെ ഓടി ദൂരേക്ക് പോയപ്പോഴല്ലേ അവരെ പലതും ഇങ്ങനെ റാഞ്ചിക്കൊണ്ടുപോയത്. ദൈവത്തിന്റെ വെയില് പൊളിഞ്ഞു പോകല്ലേ മക്കളെ. ദൈവത്തിന്റെ വെയില് ഓരോ ദൈവത്തിന്റെ പൈതലും ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നത്, കുടുംബത്തിന്റെ വെയില് ശക്തമാകുന്നത് ദൈവത്തിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുമ്പോഴാണ്. കുടുംബത്തിൽ വചനം വായിക്കുമ്പോൾ ആ വെയില് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കേ, ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വെയില് നമ്മളെന്ന് തിരിച്ചറിയണം. ഇന്നേ ദിവസം നമ്മൾ ഈശോയെ ഇവിടെ ആരാധിക്കുമ്പോൾ
നമ്മുടെയൊക്കെ നാവിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകണമെങ്കിൽ, വചനം നാവിൽ വരണമെങ്കിൽ വചനം ചങ്കി കയറണം. ചങ്കിലി വചനം ചങ്കി കയറുമ്പോഴാണ് മക്കളെ നാവിലേക്ക് വചനം കയറി വരാം. ആ വചനമാണ് നമ്മൾ ജീവിതത്തെ കരുപിടിപ്പിക്കുക, ജീവിതത്തെ വീണ്ടെടുക്കുക. ദൈവത്തെ നമുക്ക് ഏറ്റുപറയാൻ പറ്റുന്നത് വചനം നമ്മുടെ ചങ്കി കയറുമ്പോഴാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന്. ഇന്നേ ദിവസം നമ്മൾ ഈ ആലയത്തിൽ ഇരുന്ന് ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോ ഈശോയെ ഇറങ്ങി വരണമേ എന്ന് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ വീണ്ടും വിളിക്കാം. മക്കളെ, ബർത്തിമേയോസ് വിളിച്ചതുപോലെ വിളിക്കാം. ഈശോയെ, 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 യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയന് യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ മനസ്സുഖമെങ്ങു പോയി എനിക്കില്ല ശാന്തി തെല്ലും നിമിഷസുഖം നുകരാൻ കരളിന് ദാഹമെന്നും സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ പകയുടെ തീക്കനലാൽ മുറിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യയോ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിമിഷത്തിൽ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടത്തിലേക്ക് ഈശോയെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളിതുവരെയും നമ്മളെ വഴി നടത്തിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. മക്കളെ, നന്ദിയുള്ളൊരു ഹൃദയത്തോടുകൂടെ ഈശോയുടെ മുമ്പിലായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ ഇന്നലെ വരെയും ഇന്നുവരെയും നിമിഷം വരെയും നമ്മുടെ ദൈവം നമ്മളെ വഴി നടത്തി. നാളെയും ആ ദൈവം നമ്മളെ വഴി നടത്തും. നാളെയിൽ എന്നെ ആ ദൈവം വഴി നടത്തുമെന്ന വലിയൊരു പ്രത്യാശ നമ്മളിലേക്കുണ്ടാകുമ്പോഴാണ് ഇന്നിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റാം. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ നാളെയെക്കുറിച്ച് എന്തിനാണ് ആകുലപ്പെടണേ? നീ ഇന്നിൽ ജീവിക്കേ, ഇന്നിന്റെ സന്തോഷത്തിൽ നീ ജീവിക്കേ. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. നന്ദിയുള്ള മനസ്സോടുകൂടെ നമുക്ക് ഈശോയെ പാടി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
വന്ദനമീശുപര നിനക്കെന്നും വന്ദനമീശുപര വന്ദനം ചെയ്തിടുന്നു ഞങ്ങൾ തിരുനാമത്തിനാദരവാൽ വന്ദനമീശുപര നിനക്കെന്നും വന്ദനമീശുപര വന്ദനം ചെയ്തിടുന്നു ഞങ്ങൾ തിരുനാമത്തിനാദരവാൽ ഇന്നു നിൻ സന്നിധിയിൽ അടിയങ്ങൾ വന്നു ചേരുവതിനായി തന്ന നിൻ ഉന്നതമാം കൃപയ്ക്കതി വന്ദനം ചെയ്തിടുന്നേ ഇന്നു നിൻ സന്നിധിയിൽ അടിയങ്ങൾ വന്നു ചേരുവതിനായി തന്ന നിൻ ഉന്നതമാം കൃപയ്ക്കതി വന്ദനം ചെയ്തിടുന്നേ മണ്ണിൽ മന്നവൻ നീ നരകുലനാഥനം നീയല്ലയോ മന്നിതിൽ നല്ലിടയ നിനക്കെന്നും വന്ദനം ചെയ്തിടുന്നേ മന്നരിൽ മന്നവൻ നീ നരകുലനാഥനം നീയല്ലയോ മന്നിതിൽ നല്ലിടയ നിനക്കെന്നും വന്ദനം ചെയ്തിടുന്നേ വന്ദനമീശുപര നിനക്കെന്നും വന്ദനമീശുപര വന്ദനം ചെയ്തിടുന്നു ഞങ്ങൾ തിരുനാമത്തിനാദരവാൽ വന്ദനം ചെയ്തിടുന്നു ഞങ്ങൾ തിരുനാമത്തിനാദരവാൽ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കൊന്ന് വിളിച്ചാലോ? ഈശോയേ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.